കൊളംബിയയെ നടുക്കിയ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 132ആയി. മരണസംഖ്യ ഉയർന്നേക്കും. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് വിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. സാൻജോസ് ഡെൽ പാൽമാറാണ് പ്രഭവ കേന്ദ്രം. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനം ആണ് രാജ്യം നേരിടുന്നത്. ഭൂചലനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. കെട്ടിടങ്ങൾ നിലം പതിക്കുന്നതും ജനങ്ങൾ അലറിക്കരയുന്ന കാഴ്ചകളുമാണ് എങ്ങും. Daños completos. Pereira. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, 21ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ഭൂചലനമാണ് കൊളംബിയയിൽ ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ 132 കടന്നിരിക്കുന്നു. 87 പേരോളം കാണാതായ പരിക്കുകളുണ്ട്. 100-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇനിയും ഈ മരണസംഖ്യയ്ക്ക് ഉയരാനുള്ള സാധ്യതകൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ലേ? തീർച്ചയായും നമുക്ക് സേറ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങളുടെ ഒരു തീവ്രത അത് കണ്ടാൽ തന്നെ പ്രധാനമായും ഇത് മനസ്സിലാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇതിൽ ആ നിരവധി കെട്ടിടങ്ങൾ ഈ മേഖലയിൽ തകർന്നു വീഴുകയും കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ഇതിനകം തന്നെ 140-ന് മുകളിൽ ആളുകൾ മരിച്ചു. ഏതാണ്ട് 134ആണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് 200-നോട് അടുത്തായാലും ഇപ്പോഴും സംശയിക്കേണ്ട എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. തൊട്ടടുത്ത അയൽ രാജ്യമായ വെനസ്വേലയിൽ കഴിഞ്ഞ വർഷമുണ്ടായ വലിയ ഭൂകമ്പം ഏതാണ്ട് 5000-ഓളം ആളുകളുടെ ജീവൻ കവർന്നിട്ട് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് കൊളംബിയയിൽ ഇത്ര വലിയ ഒരു ഭൂചലനം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറുള്ള സാൻജോസ് ഡെല്ല പാൽമാറാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത്. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:34 എന്നാണ് നമ്മുടെ അവിടുത്തെ ഒരു കണക്കനുസരിച്ച് 7:34 ഈ ഭൂചലനം ഉണ്ടായത്. 79 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആഴത്തിൽ ഭൂമിക്കടിയിൽ നിന്നാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. ഈ ആളുകൾ വീടുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതുമായ ദൃശ്യങ്ങൾ ഏറെ ഭീതിജനകമാണ്. വളരെ പെട്ടെന്നാണ് മുന്നറിയിപ്പില്ലാതെ ഇതുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഓടി മാറാനുള്ള സമയം അധികം ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാപ്തി വല്ലാതെ വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ നിരവധി ഈ ചോക്കോ മേഖല എന്ന് പറയുന്നത് കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇവിടെയാണ് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും മറ്റും ചെയ്ത് ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിസർവാൾഡ പ്രവിശ്യയിലാണ്. ഒപ്പം രാജ്യത്തെ പ്രധാന നഗരങ്ങളായ കാലി, പെരേര എന്നിവിടങ്ങളിലും ഭൂചലനം കനത്ത നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് വിവരം. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അത് മാത്രമല്ല, ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകർന്നു വീണതും ഇതിൻ്റെ ഒരു വ്യാപ്തി വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനയും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തിവരുന്ന കാഴ്ചകൾ ഈ കൊളംബിയയിൽ ഉടനീളം ലഭ്യമാണ് എന്നുള്ളതാണ്. തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് വല്ലാതെ ഭീതി ജനിപ്പിക്കുന്നത്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിൻ്റെ ഒരു നടുക്കത്തിലും കൂടിയാണ് രക്ഷാപ്രവർത്തകർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പുതിയ കൊളംബിയയുടെ പ്രസിഡന്റ് അബർലാഡോ ഡീല എസ്പ്രിയല്ല ദിവസങ്ങൾക്ക് മുൻപാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും മറ്റും ചെയ്തത്. അദ്ദേഹം ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു വലിയ വിഷയമായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം പ്രസിഡന്റ് ഉടൻ തന്നെ ഏറ്റെടുക്കുകയും മറ്റും ചെയ്തു. ഇവിടെ അദ്ദേഹം ചോക്കോ പ്രവിശ്യയുടെ തലസ്ഥാനമായ കിബ്ഡോയിലെ ദുരന്ത നിവാരണ സേനയുടെ കൺട്രോൾ റൂമിൽ പ്രസിഡന്റ് എത്തുകയും ഏകോപനം നിർവഹിക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അദ്ദേഹം ജനങ്ങൾക്ക് സാന്ത്വനമാകുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു വ്യാപ്തി നേരിട്ട്
നേരിട്ട് മനസ്സിലാക്കാനും ഇരകളെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളും സംരക്ഷണവും നൽകാനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ സൈനിക ശേഷിയും ഇതിന് രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ വെനസ്വേലയിലെ ഉണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം അത് നേരത്തെ കൊളംബിയയിലും സംഭവിച്ചിരുന്നു. പക്ഷേ കൊളംബിയയും ഇത്ര വലിയൊരു ഭൂചലനത്തേക്ക് എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. 7.4 എന്ന് പറയുന്നത് ആദ്യം സേറ പറഞ്ഞതുപോലെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകമ്പനം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും മാധ്യമപ്രവർത്തകരടക്കം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഈ ദുരന്തത്തിന്റെ ഭീകരാവസ്ഥ വല്ലാതെ പുറത്തേക്ക് വിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കൊളംബിയ നടുങ്ങിയിരിക്കുന്നു, അയൽ രാജ്യങ്ങളിലും ഇതിന്റെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഏതാനും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും മരണസംഖ്യ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നിരവധി ആളുകൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നതാണ് ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത്. ദൃശ്യങ്ങളും മറ്റും നമുക്ക് കാണാം. ഈ ബന്ധുക്കളെയും മറ്റും അന്വേഷിച്ചുകൊണ്ട് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുന്ന നിരവധി ആളുകളുടെ വേദനാജനകമായ ഒരു കാഴ്ച കൂടി കൊളംബിയ കാണുന്നുണ്ട്. സേറ. ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. നടക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു അപകടമാണ് ഇത്. ഏറ്റവും വലിയ ഭൂചലനമാണ് ഇപ്പോൾ കൊളംബിയയിൽ നടന്നിരിക്കുന്നത്. 132 അധികം ആളുകൾ മരിച്ചതായി കണക്കുകൾ വരുന്നു. 100-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു. 90ഓളം ആളുകൾക്ക് പരിക്കുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കൊളംബിയയിൽ ഇനി അടുത്ത നാളുകളിൽ നടക്കുന്ന രണ്ടാമത്തെ ഭൂചലനം കൂടിയാണ്. ഏറെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.